സഹൃദയരെ, നമ്മുടെ ഈ സംവാദത്തിൻ്റെ തലക്കെട്ട് ചരിത്രം, മിത്ത് എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമുക്കിവിടെ പ്രശസ്ത ചരിത്രകാരനായ രാമചന്ദ്രൻ സാറുണ്ട്. ഈ ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പൊതുവെ ഒരു സവിശേഷ സാഹചര്യമുണ്ട്. ഇന്ത്യക്കാർക്ക് ചരിത്രമില്ല, ചരിത്ര ശകലങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട്. 1837 യാദൃച്ഛികമായി കണ്ടെത്തിയ ഒരു പില്ലർ, ഒരു ശിലാസ്തംഭം, അതിൽ കുറച്ച് ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടായിരുന്നു, ലിഖിതങ്ങളുണ്ടായിരുന്നു. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. 1837. ഈ കണ്ടെത്തിയ ബ്രിട്ടീഷുകാർ ഈ ഏതോ കൺസ്ട്രക്ഷൻ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കുഴിച്ച് കിട്ടിയ ആ പില്ലറുകൾ, കുറച്ച് ലിഖിതങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കൗതുകം തോന്നിയ ബ്രിട്ടീഷുകാർ അത് വായിക്കാൻ പ്രദേശവാസികളോട് ആവശ്യപ്പെട്ടു. ഈ വെള്ളക്കാർ വിചാരിച്ചിരുന്നത് അത് വളരെ ലളിതമായിട്ട് അവർക്ക് വായിക്കാൻ പറ്റും എന്നായിരുന്നു. പക്ഷേ അവരെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ലിഖിതം ആർക്കും വായിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു 2000 വർഷം പാരമ്പര്യം അവകാശപ്പെടുന്ന ഇന്ത്യക്കാർക്ക് അവരുടെ സംസ്കൃതിയുടെ ഭാഗമായിട്ട് കിട്ടിയ ലിഖിതം വായിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അന്ന് അറിയുന്നത് തന്നെ അന്നത്തെ ബ്രിട്ടീഷുകാരെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ആ ലിഖിതം ഇന്ന് അറിയപ്പെടുന്നത് അശോകൻ്റെ ബ്രഹ്മി എന്നാണ്. അശോകാസ് ബ്രഹ്മി എന്നാണ് അറിയപ്പെടുന്നത്. അത് ഒരു മനുഷ്യർക്കും വായിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനൊരു വിരോധാഭാസം ഇതാണ്: ദീർഘനാൾ ചരിത്രം പേര് നടക്കുന്ന ഒരു ജനത എന്ന് അറിയപ്പെടുന്ന ഇന്ത്യക്കാർക്ക് ആ അശോക ബ്രഹ്മി വായിക്കാൻ കഴിഞ്ഞിരുന്നു. അത് ബ്രിട്ടീഷുകാർ അത് ഡീകോഡ് ചെയ്യപ്പെട്ടു. ജെയിംസ് പ്രിൻസപ്പ് എന്ന ഏഷ്യാറ്റിക് സൊസൈറ്റി ബംഗാൾ അദ്ദേഹത്തിൻ്റെ നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ആ ലിഖിതം ഡീസൈഫർ ചെയ്യപ്പെടുകയും അത് വായിക്കാൻ കഴിയുകയും ഇന്ത്യയെക്കുറിച്ചുള്ള കൂടുതൽ ചരിത്ര പഠനത്തിന് അത് തുടക്കമിടുകയും ചെയ്തു. ഇതാണ് ഇന്ത്യയുടെ സാഹചര്യം. നമുക്ക് ചരിത്രപരമായിട്ടുള്ള വിടവുകളുണ്ട്. മറ്റൊരു സാഹചര്യം, മിത്തും ചരിത്രവും ഇടകലർത്തിയാണ് ഇന്ത്യക്കാർ കണക്കാക്കുന്നത്. ചരിത്രവും മിത്തും തമ്മിലുള്ള അതിർത്തി വരമ്പുകളില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ ചരിത്രം ഉപയോഗിക്കപ്പെടുകയും മിത്തുകളും ഉപയോഗിക്കപ്പെടുകയും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കും സാമൂഹിക അടിച്ചമർത്തലുകൾക്കും സവിശേഷമായ അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മളെല്ലാ ഇന്ത്യക്കാരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? അത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതിൽ കുറച്ചുകൂടെ വിശദീകരിച്ചാൽ കാര്യം പൂർണ്ണമായും ശരിയാണ്. നമ്മൾ വിശദീകരിച്ചാൽ ഈ മിത്തിനോടൊപ്പം തന്നെ മറ്റൊന്നുകൂടിയുണ്ട്. സത്യത്തിനും മിത്ത് എന്ന് പറയുന്ന കെട്ടുകഥയാണ്. ശരിക്കും എൻ്റെ മലയാളം കെട്ടുകഥ, ഐതിഹ്യമല്ല, കെട്ടുകഥയാണ്. അതായത് നമുക്ക് ഉത്തരം കിട്ടാൻ കഴിയാത്ത ഒരു സമസ്യയ്ക്ക് നാം സ്വയം കണ്ടെത്തുന്ന ഉത്തരമാണ് മിത്തെന്ന് പറയുന്നത്. പൂർണ്ണമായും കെട്ടുകഥയാണ്. എന്നാൽ സത്യം അതിൻ്റെ നേരെ എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. ഈ സത്യത്തിനും മിത്തിനും മധ്യേ മറ്റൊരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ അപകടം ചെയ്യുന്നൊരു കാര്യമാണ് ലെജൻഡ് അഥവാ ഐതിഹ്യം. ഈ ഐതിഹ്യത്തിൻ്റെ പ്രത്യേകത, അതിനകത്ത് സത്യം അല്പമുണ്ട്, എന്നാൽ ഒരുപാട് ഈ അതിശയോക്തിയുടെ മേലാട ചേർത്തിയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ചു എന്നത് പൂർണ്ണമായും മിത്താണ്, നമുക്കൊക്കെ അറിയാം, മിത്താണ്. പക്ഷേ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്ന കഥകളിൽ ഏറെയും ഐതിഹ്യങ്ങളാണ്. കാരണം മാർത്താണ്ഡവർമ്മയുടെ വീരത്വം നമ്മൾ പറഞ്ഞു വരുമ്പോൾ തന്നെ അദ്ദേഹം ഒരു ഭീരുവായിരുന്നു എന്നും അദ്ദേഹം ഒളിവിൽ താമസിച്ചിരുന്നു എന്നുമുള്ളതിന് രേഖകൾ ലഭ്യമാണ്. പക്ഷേ ഈ രേഖകൾ മറച്ചു വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഔന്നത്യം പ്രകടിപ്പിക്കുന്നതിനോട് കുറേ കഥകൾ രാജഭക്തന്മാരും ജാതിഭക്തന്മാരും ഒക്കെ ഇതിനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് വരുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഐതിഹ്യങ്ങൾക്ക് വളരെയധികം ഈ പ്രചാരം കിട്ടും. അങ്ങനെയാണ് മാർത്താണ്ഡവർമ്മ ഒരു വീരപുരുഷനായി, ഞാനൊരു ഉദാഹരണം മാത്രം പറയുക, നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പോൾ പരശുരാമൻ കോടാലി എറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചെന്ന് ആരും വിശ്വസിക്കുന്നില്ല. കാര്യം അത് മിത്താണെന്ന് നമുക്ക് ബോധ്യം വന്നു. പക്ഷേ മറ്റിടത്ത് ഇപ്പോഴും നമ്മൾ നിൽക്കുകയാണ്. ഏത്? ഈ ഐതിഹ്യത്തിൽ. കാര്യം അതിനകത്ത് കുറച്ച് സത്യമുണ്ട്, ഏറെ കള്ളങ്ങളുമുണ്ട്. അപ്പം നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ അപകടം ചെയ്യുന്നത് ഐതിഹ്യം. ഈ ഐതിഹ്യമാണ് ഇന്ത്യയുടെ ചരിത്രമായി
കാവ്യങ്ങളിൽ അടയാളപ്പെടുത്തുന്നു. നമുക്ക് ചരിത്രമെഴുത്തില്ല, കാവ്യമെഴുത്തേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ചരിത്രം എഴുതിയത് സംസ്കൃതത്തിലാണ്. 11-ാം നൂറ്റാണ്ടിലാണ് ആദ്യത്തെ രാജതരംഗിണി എഴുതുന്നത്, സംസ്കൃതത്തിലാണ്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥവും സംസ്കൃതത്തിലാണ്, മൂഷിക വംശം, അതുലൻ എഴുതിയ മൂഷിക വംശം, അതും 12-ാം നൂറ്റാണ്ടാണ്. അപ്പോൾ ഇതൊക്കെ കാവ്യങ്ങളാണ്. ഈ കാവ്യങ്ങളിൽ ഏറെക്കുറെ ഐതിഹ്യങ്ങളൊക്കെ കെട്ടുകഥകളും ഒക്കെ ചേർത്ത് നിലവിലിരിക്കുന്ന രാജാക്കന്മാരുടെ അവദാനങ്ങൾ വർണ്ണിക്കുന്ന കഥകളാണ് നമ്മൾ ചരിത്രമായി ഇന്ന് വായിക്കപ്പെടുന്നത്. അത് കേരളത്തിലായാലും ഇന്ത്യയിലാകമാനം, ഇന്ത്യയിലെ ഏത് സംസ്ഥാനം എടുത്താലും നമ്മളതാണ് കാണുന്നത്. സാർ, അപ്പോൾ നമ്മൾ ഈ ഐതിഹ്യങ്ങളെ പറ്റി പറയുമ്പോൾ രാമായണം, മഹാഭാരതം എന്നീ 2 ഐതിഹ്യങ്ങളുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെ അതിനെ ഒരു തിരസ്കരിക്കാനോ അല്ലെങ്കിൽ ചെറുതാക്കാനോ ശ്രമിച്ചാൽ കൂടിയും ഇന്ത്യയുടെ ഒരു പൊതു സാംസ്കാരിക ഞരമ്പുകളിൽ കൂടി അത് ഓടിയിട്ടുണ്ട്. ഇപ്പം തന്നെ എല്ലാ രാജാക്കന്മാരുടെയും ഈ രാമായണമാകട്ടെ മഹാഭാരതമാകട്ടെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, അതിന് പരിഭാഷ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കൂടുതലായിട്ട് തന്നെ ഈ കടൽ കടന്നു പോയ രാജവംശങ്ങൾ തന്നെ, ഇപ്പം ഈ ചോള രാജവംശം, അവരും രാമായണമാണ് രാമായണ മഹാഭാരതം അവർ മറ്റു നാടുകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ഇന്ത്യ എന്നുള്ള രാജ്യമില്ലായിരുന്നുവെങ്കിൽ കൂടിയും ഇന്ത്യ എന്നുള്ളൊരു കെട്ടുറപ്പുള്ള ഒരു ഭൂപ്രദേശം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി, അത് ഒരു ആളുകൾ പൊതുവായിട്ട് അടയാളപ്പെടുത്താൻ പറ്റിയ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ ഈ ഗ്രന്ഥങ്ങൾക്ക് ഉതകിയിട്ടുണ്ടാകാം. പക്ഷേ ഇത് മിഥിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തു. ഈ ഗ്രന്ഥങ്ങൾക്ക് എന്തെങ്കിലും വസ്തുതകളുമായിട്ടുള്ള ബന്ധമുണ്ടോ, അതോ വെറുതെ ഒരു സുപ്രഭാതത്തിൽ പൊങ്ങി വന്ന കഥകൾ മാത്രമാണോ അവ? അല്ല, ഇത് വലിയ കൗതുകരാണ്. നമ്മളിപ്പോൾ ഇന്ത്യയെ ഒന്നിച്ചു നിർത്താൻ ഇങ്ങനൊരു കാവ്യത്തിന് കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് വിഡ്ഢിത്തരമാണ്. ഒരുപക്ഷെ ഏഷ്യയെ ഒന്നിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നറിയാം. അത് പറയുമ്പോൾ നിങ്ങൾക്കൊരു അതിശയം തോന്നും. ഏഷ്യയെ ഒന്നിച്ചു നിർത്താൻ കഴിഞ്ഞു. ഒരു ഉദാഹരണമാണ്, നമുക്ക് രാമനെ അറിയാം, ശ്രീരാമനെ അറിയാം. പക്ഷെ ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് അതിൽ 12-13 രാമന്മാരുണ്ട് അതിനകത്ത്. ബൈബിളിലെ രാമന്മാർ, അങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ. ബൈബിൾ വായിക്കുമ്പോൾ റാംസേ, റാംബാൽ തുടങ്ങിയ രാമന്മാരെ നമ്മൾ കാണുന്നു. നമ്മുടെ പാലസ്തീൻ വിമോചന പോരാളിയായിരുന്ന യാസർ അരാഫത്ത് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഖബറടക്കിയിരിക്കുന്ന രാമള്ള എന്ന് പറയുന്ന സ്ഥലത്താണ്. രാമഹള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമം ഇപ്പോഴും നമ്മളെ കർണാടകയിൽ ഉണ്ട്. അവിടുത്തെ ഹള്ളയിലെ പുറത്തൊരു വള്ളിയും കൂടി ഇടുമ്പോൾ ഹള്ളിയായി. അപ്പോൾ ദാറ്റ് മീൻസ് ഈ രാമൻ ഏഷ്യയാകെ നിലനിന്നിരുന്നു. ലങ്ക, നമുക്കറിയാവുന്ന ലങ്ക ഏതാണ്? ശ്രീലങ്ക അല്ലേ? 71 മുമ്പ് ശ്രീലങ്ക ഇല്ല. 71 മുമ്പ് അത് സിലോണാണ്. കേരളത്തിനകത്ത് എനിക്കറിയാവുന്ന 4 ലങ്കകൾ. തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ 2 ലങ്കയുണ്ട്. ഒന്ന് നമ്മുടെ തിരുവല്ലം, അതിൻ്റെ അക്കരെ, ഈ നമ്മുടെ കരമന ആറും കിള്ളിയാറ് സന്ധിക്കുന്നതിൻ്റെ അക്കരെ പാച്ചല്ലൂർ ഇത് കഴിഞ്ഞിട്ട് തിരുവല്ലത്ത് ഒരു ഏതാണ്ട് 3-3.5 ഏക്കർ വലിപ്പമുള്ള ഒരു ഐലൻഡ് ഉണ്ട്. അതിൻ്റെ പേര് ലങ്കയിൽ. ഇവിടെ നമ്മുടെ മുടവമോള്, പൂജപ്പുരം മുടവമോളിൽ നിന്ന് ചെന്നിറങ്ങുന്ന ആ കോർപ്പറേഷൻ ഏരിയയ്ക്കകത്തൊരു കരമനയാറ്റിലേക്ക് തള്ളി നിൽക്കുന്നൊരു പ്രദേശമുണ്ട്, അതിൻ്റെ പേര് ലങ്ക എന്നാണ്. ആലപ്പുഴ മറ്റൊരു ലങ്കയുണ്ട്. ഇവിടെ പറവൂര്, നോർത്ത് പറവൂര് ഒരു വാർഡിൻ്റെ, ആ പഞ്ചായത്തിലെ വാർഡിൻ്റെ പേര് ലങ്ക എന്നാണ്. അപ്പം അതുപോലെ മണിപ്പൂരിൽ ലങ്കയുണ്ട്. ഇന്തോനേഷ്യയിൽ പലയിടത്തും രാമായണവുമായി ബന്ധപ്പെട്ട കഥകളും സ്ഥലപ്പേരുകളും ഉണ്ട്. റാംസ് ഗേറ്റ് ഇപ്പോഴും ഉള്ള സ്ഥലമാണ് ഇവിടെ നമ്മളെ ഇംഗ്ലണ്ടിൽ. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? മധ്യ ഏഷ്യയിലോ മറ്റോ നിലനിന്നിരുന്ന ഒരു മിത്ത് പലയിടത്തും പല രീതിയിൽ പ്രചരിക്കപ്പെടുകയും അവരവരൊക്കെ അതിനെ കാവ്യമായി എഴുതുകയും ചെയ്തു. മനോഹരമായ ഒരു കാവ്യമായും വാൽമീകി എഴുതിയ രാമായണത്തിനെ ചരിത്രമാക്കി മാറ്റിയതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അതിനകത്ത് ഒരു ഇതുള്ളത്, ഇപ്പം തന്നെ സാറ് പറഞ്ഞു, ഇത് ഈ അംഗീകൃത ചരിത്രകാരന്മാർ മിത്തുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചരിത്രമെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പോൾ ദ്വാരക ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ തിരയുകയും ദ്വാരക എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിലുള്ള ഗവേഷണങ്ങളും അതുപോലെ എക്സ്കവേഷൻസൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് ക്ലെയിം ചെയ്യപ്പെട്ടതുകൊണ്ട് ഇതിപ്പോൾ ഇത് ഞങ്ങൾ കണ്ടെത്തിയത് ദ്വാരക തന്നെയാണ്, ഇത് കൃഷ്ണൻ്റെ ദ്വാരകയാണ്. അതുപോലെ തന്നെ ഈ കടൽത്തട്ടിൽ അടിയിലുള്ള പര്യവേഷണങ്ങൾ അവിടെയും ദ്വാരക ഉണ്ടെന്ന് സ്ഥാപിക്കപ്പെടുന്ന രീതിയിലുള്ള ഔദ്യോഗിക ചരിത്രകാരന്മാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഇത് തികച്ചും തെറ്റാണെന്ന് റോമില താപ്പറിനെ കണക്കുള്ള ചരിത്രകാരൻ പറയുന്നുണ്ട്. ഇതിനെ സാറിന് എങ്ങനെ ഇത് കാണുന്നു? അല്ല, അതിനെ കാണുന്നത് നമ്മൾ ദ്വാരക ഉണ്ടോ ഇല്ലയോ, ശ്രീകൃഷ്ണൻ അവിടെ ഭരിച്ചോ ഇല്ലെന്നുള്ള അവിടെ നിൽക്കട്ടെ. ഏതായാലും തമിഴ്നാട് കീഴടിയിൽ, അതായത് നമ്മുടെ വൈഗാ നദിയുടെ തീരത്ത്
കുറേ ചരിത്ര തെളിവുകൾ, പുരാവസ്തു തെളിവുകൾ, അതായത് നമ്മുടെ ഏതാണ്ട് സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്ന് അവിടെ നിന്ന് കിട്ടിയ തെളിവുകൾക്ക് സമാനമായ തെളിവുകൾ ഇവിടെ കിട്ടിയപ്പോൾ അതെന്തുകൊണ്ടാണ് നിർത്തിവെച്ചത്? അതാണ് സമാധാനം പറയേണ്ടത്. കാരണം അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഇതുകൊണ്ട് ദ്വാരകയിൽ കെട്ടിപ്പൊക്കിക്കൊണ്ടുവരുന്ന ഒരു ചരിത്ര പഴമയും ഇവിടെ നമ്മുടെ സിന്ധു നദീതീരത്ത് നിലനിൽക്കുന്ന ചരിത്രപ്പഴമയും അതിൻ്റെ മുകളിൽ കീഴടി വരരുത്, അതിൻ്റെ അടുത്ത് പോലും വരാതിരിക്കുക എന്ന് പറയുന്നത് ചരിത്രത്തെ, ഒരു പ്രത്യേക പ്രദേശത്തെയും ഒരു സമൂഹത്തെയും ഒരുപക്ഷെ മനുഷ്യൻ്റെ നിറത്തെ പോലും ഒരു അപ്പർ ഹാൻഡിൽ നിലനിർത്തുക എന്നുള്ള ഒരു കുൽസിതമായ ശ്രമം ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് കീഴടി? ഈ കീഴടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗത്ത്, മലയാളികളുടെ ഭാഗത്തൊരു പ്രശ്നമുണ്ട്. ഈ കീഴടി എന്ന് പറയുന്ന പ്രദേശവുമായി അടുത്ത് കിടക്കുന്ന ഒരു ജില്ലയാണ് ഇടുക്കി. ഇടുക്കി ജില്ലയിൽ രാജരാജ ചോളൻ്റെ ശിലാലിഖിതം ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. രാജകുമാരി പഞ്ചായത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രാചീന മനുഷ്യരുടെ, അതായത് പ്രാചീന ശിലായുഗത്തിലെ തെളിവുകൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടെത്തുകയും കീഴടിയിൽ മറ്റൊരു എക്സ്കവേഷനിൽ തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തിട്ട് ഇത് രണ്ടും കൂടി ലിങ്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ലിങ്ക് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി നമ്മളാരും തയ്യാറാണ്. യഥാർത്ഥത്തിൽ തമിഴ്നാടും കേരളവുമായി സഹകരിച്ചുകൊണ്ട് ഇതിന് സമാന്തരമായൊരു പഠനം അത് വേണ്ടിയതാണ്. ഇതിപ്പോൾ ഈ കീഴടിയെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു വളരെ വിചിത്രമായൊരു കാര്യമുണ്ട്. ഇത് പർപ്പസ്ഫുള്ളായിട്ട് എക്സ്കവേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ് കീഴടി എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ബ്രെയിൻ അമർനാഥ് രാമകൃഷ്ണ വൈഗയുടെ തീരങ്ങളിൽ ഒരു സംസ്കൃതി ഉണ്ടാകുന്നു വെറുതെ ഒന്ന് സംശയിക്കുകയും, കുറച്ച് തെളിവുകൾ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനത്തിൻ്റെ പുറത്ത് യാദൃശ്യമായി പല ചരിത്ര എക്സ്കവേഷൻസ് യാദൃശ്യമായിട്ട് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഇൻക്ലൂഡിങ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉൾപ്പെടെ വളരെ യാദൃശ്യമായിട്ടാണ് അത് കണ്ടുപിടിച്ചത്. എന്നാൽ അമർനാഥ് രാമകൃഷ്ണൻ ചെയ്തത് അത്തരത്തിലുള്ളൊരു സാധ്യതയെ തിരിച്ചറിയുകയും അത് വളരെ പർപ്പസ്ഫുള്ളായിട്ട് അവിടെ എക്സ്കവേറ്റ് ചെയ്യുകയും എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് വളരെ ബൃഹത്തായ ഒരു സംസ്കാരം അവിടെ കണ്ടെത്തുകയും ചെയ്തു. വൈഗൈ നദീതട സംസ്കാരം എന്ന് പറയാവുന്ന ഒരു സംസ്കാരം ഏകദേശം ക്രിസ്തുവിന് അതിൻ്റെ പഴക്കം എത്രയാണ് സാർ? അത് ക്രിസ്തുവിന് BC 300 വരെ, BC 300 അല്ലേ? അതിന് മുന്നേ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ തുടങ്ങി വെച്ച ഒരു കാര്യം, ഒരു പോയിന്റിലേക്ക് തന്നെ വരാം. അശോകൻ്റെ ബ്രഹ്മിയെ പറ്റി പറഞ്ഞു. അശോകൻ്റെ ബ്രഹ്മി ഒരുപക്ഷെ ഇന്ത്യയുടെ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ സ്ക്രിപ്റ്റുകളുടെയും മാതാവാണ് അശോക ബ്രഹ്മി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മലയാള ലിപികളാവട്ടെ, തമിഴ് ലിപികളാവട്ടെ, ബംഗാളി ലിപികളാവട്ടെ, എല്ലാ ലിപികളുടെയും മാതാവാണ് അശോക ബ്രഹ്മി. അശോക ബ്രഹ്മി എന്ന് ഡെവലപ്പ് ചെയ്തതാണ് ഇന്നത്തെ ഇന്ത്യൻ സ്ക്രിപ്റ്റുകൾ. അത് മാത്രമല്ല, അത് ഈസ്റ്റ് ഏഷ്യയിലും കൂടെ പോയി എന്നുള്ളതാണ്. ഇപ്പം ബാലി കണക്കുള്ള തായ്ലാൻഡിൻ്റെ ഭാഷ, തായ് ഭാഷ എല്ലാം ഉപയോഗിക്കുന്നത് ഈ അശോക ബ്രഹ്മിയുടെ ഒരു സംസ്കരിച്ച ഒരു ഭാഷ, ഒരു രൂപമാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് അശോകൻ കണ്ടുപിടിച്ച ബ്രഹ്മിയോ വടക്കേ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ബ്രഹ്മിയോ അല്ല. ഇത് തമിഴ്നാട്ടിൽ നിന്ന് പോയതാണ്. അത് ഈ കീഴടി മഹത്തായ തെളിവുകൾ അത് ഇപ്പോൾ തന്നു. കീഴടിയിലുള്ള എക്സ്കവേഷൻ്റെ ഫലമായിട്ട് ചില ബ്രഹ്മി സ്ക്രിപ്റ്റുകൾ കണ്ടെത്തുകയും ബ്രഹ്മിയുടെ തുടക്കം, ബ്രഹ്മി സ്ക്രിപ്റ്റിന്, അതായത് അവർ തമിഴർ പറയുന്നത് തമിഴി എന്നാണ് പറയുന്നത്, ബ്രഹ്മി എന്നല്ല. ദേ ആർ നോട്ട് യൂസിങ് ദാറ്റ് വേർഡ്. They hate to use that word. Instead they use Tamil. Because they have a proud in that. അപ്പോൾ അങ്ങനെ ഈ തമിഴ് എന്ന സ്ക്രിപ്റ്റ്, അതായത് തമിഴ് ബ്രഹ്മി എന്ന് വിളിക്കുന്ന സ്ക്രിപ്റ്റ് ആണ് ഇന്ത്യൻ സ്ക്രിപ്റ്റുകളുടെ മാതാവ്. പക്ഷേ ഇത് തമസ്കരിക്കപ്പെടാൻ നമ്മുടെ ഭരണകൂടം, പ്രത്യേകിച്ച് വലതുപക്ഷ ഭരണകൂടം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ അമർനാഥ് രാമകൃഷ്ണനെ 63 പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്തെന്നാണ് പറയുന്നത്. എത്രയോ പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്തു. അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നു. കാരണം അദ്ദേഹത്തിന് ഈ ചരിത്ര ഗവേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ചരിത്ര പാഠങ്ങളെ തികച്ചും മറിച്ചെഴുതേണ്ടി വരും. ആ ഒരു അപകടം മണത്തറിഞ്ഞാണ് ഇന്നത്തെ കേന്ദ്ര സർക്കാർ അത്തരം ഒരു നടപടിയിലേക്ക് കടന്നത്. അല്ല, അതിൻ്റെ വളരെ കൗതുകകരമായൊരു കാര്യം, ഈ ഉത്തർപ്രദേശിലെ ധൗളി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. അവിടെ ഒരു ശിലാലിഖിതം കണ്ടെത്തിയിട്ടുണ്ട്. ആ ശിലാലിഖിതത്തിൽ ഒരു ഭാഗത്ത് ഒരു കൊമ്പനാനയെ കൊത്തി വെച്ചിട്ടുണ്ട്. ആ കൊമ്പനാനയാണ് ആദ്യത്തെ ചിഹ്നം. അത് കഴിഞ്ഞാണ് ബാക്കി കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ അതിന് ആനശാസ്താവ് എന്നാണ് പറയുക. ഈ ആനശാസ്താവിൻ്റെ ഒരു ക്ഷേത്രം നമ്മുടെ തക്കലയ്ക്കടുത്തുണ്ട്. 1008 ആനകൾ പുറത്തുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ 1008 ഒരു 600 ആനകളെ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ബാക്കി പലതും ഉടഞ്ഞു പോയി. അപ്പോൾ ശാസ്താവും ആനയും തമ്മിൽ
ഒരു ബന്ധം അവിടെ കാണുന്നുണ്ട്. ഈ ശാസ്താവും ആനയും തമ്മിൽ ബന്ധമുള്ളപ്പോൾ തന്നെ ഈ ബുദ്ധനുമായി ബന്ധപ്പെട്ടൊരു കഥയും അതിൻ്റെ പിന്നിലുണ്ട്. ബുദ്ധൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ടൊരു കഥ ഇങ്ങനെ പ്രചരിച്ചു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ നിലവിലിരിക്കുന്ന ആനയുമായി ബന്ധപ്പെട്ട ഗണപതി പോലും അശോകൻ്റെ ശാസനവുമായി ബന്ധപ്പെട്ട് കിടക്കുക. അത്തരത്തിലുള്ള പഠനങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. മറ്റൊരു കൗതുകകരമായൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ തമിഴ് ബ്രഹ്മി ഉപയോഗിക്കുന്ന ആ ലിപിയെ അതുപോലെ ഉപയോഗിക്കുന്ന മറ്റൊരു രാജ്യമുണ്ട്, നമ്മുടെ കംബോഡിയ. കംബോഡിയയിൽ അതേ ലിപിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതാണ്ട് കന്നഡ ലിപിയൊക്കെ വളരെയധികം സാമ്യമുള്ള ലിപിയാണ്. തായ് ഭാഷ ഏതെങ്കിലും ഉപയോഗിക്കാം. തായ് ഭാഷ, അതെ അതെ, തായ് ഭാഷ. ഒത്തിരി വ്യതിയാനങ്ങളുണ്ട്. തായ്ലൻഡും ഇതും തമ്മിൽ വളരെ അടുത്തടുത്ത ഒരു ബോർഡറിൽ കിടക്കുന്ന ഒരു സ്ഥലമല്ല. പക്ഷേ അവിടെ കണ്ടൊരു വലിയൊരു പ്രത്യേകത, സാധാരണ ബുദ്ധൻ്റെത് ഇരിക്കുന്ന രീതിയിലുള്ളതാണ്, പത്മാസനത്തിലൊക്കെ ഇരിക്കും. ഇത് നിൽക്കുന്ന ബുദ്ധനാണ്. നിൽക്കുന്ന ബുദ്ധനാണെന്ന് മാത്രമല്ല, നഗ്ന ബുദ്ധനാണ്. ഇതേ നഗ്ന ബുദ്ധനെ നമുക്ക് വിതുരയിൽ കാണാം. വിതുര, നെടുമങ്ങാട് താലൂക്കിൽ വിതുരയിൽ മക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴും നഗ്ന ബുദ്ധനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കംബോഡിയൻ സ്കൂളാണ്, കംബോഡിയൻ മാതൃകയിൽ അത് ചെയ്തതാണ്. എങ്ങനെയാണ് കംബോഡിയയും ഈ നെടുമങ്ങാട് താലൂക്കും തമ്മിലൊരു ബന്ധം വരും? ഏതായാലും ഒരു സാംസ്കാരിക സമന്വയം അല്ലെങ്കിൽ സാംസ്കാരികമായ കൊടുക്കൽ വാങ്ങലുകളുടെ ശേഷമായിരിക്കുമല്ലോ അത്തരം ഒരു ബിംബം ഇവിടെ വരിക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതേ ബ്രഹ്മി, തമിഴ് ബ്രഹ്മി ഉപയോഗിക്കുന്ന ഒരു രാജ്യത്തെ നഗ്നബുദ്ധനെ അല്ലെങ്കിൽ അതേ രീതിയിലുള്ള മാതൃകയുള്ള ഒരു ബുദ്ധൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ സാംസ്കാരിക ബന്ധം കിടക്കുന്നത് ഏതാണ്ട് അശോകനോളം നീണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ഈ ചിലപ്പതികാരത്തിൻ്റെ 2ാം ഭാഗം ഒരെണ്ണമുണ്ട്. അതിൻ്റെ പേര് മണിമേഖല എന്നാണ്. മണിമേഖല 6ഓ 7ഓ നൂറ്റാണ്ടുകളിൽ എഴുതിയതാണ്. ആ മണിമേഖലയിൽ പറയുന്നുണ്ട്, നമ്മുടെ ഈ പൊതിയൽ മല എന്ന് പറഞ്ഞാൽ അഗസ്ത്യകൂടത്തിൻ്റെ സാനുക്കളിൽ ഉള്ള ബൗദ്ധ മഠങ്ങളെക്കുറിച്ച് അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. ഹ്യുയാൻസാങ്ങിൻ്റെ യാത്രാ വിവരണത്തിൽ മലയകൂടത്തിൽ തകർന്നു കിടക്കുന്ന ബൗദ്ധ സന്യാസി മഠങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ ഏതാണ്ട് 6-7 നൂറ്റാണ്ടുകളാണ്. അപ്പം ഇത് കീഴടിയുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ അശോകൻ്റെ ലിഖിതങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ തെക്കേ ഇന്ത്യയുമായി വളരെ അടുത്ത് ബന്ധം അശോകൻ്റെ മുമ്പ് മുതൽ ഒരു പക്ഷേ തുടങ്ങിയിരിക്കുക. മറ്റൊരു തെളിവ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഈ ബുദ്ധൻ ഒരിക്കലും ഒരു കാലത്തും ഏതെങ്കിലും ഒരു ദിശയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. കിഴക്കിനോ പടിഞ്ഞാറിനോ തെക്കിനോ വടക്കിനോ ഒന്നും ഒരു പ്രാധാന്യം അദ്ദേഹം ഒരിക്കലും ഒരിടത്തും പറഞ്ഞതായി രേഖയില്ല. പക്ഷേ ശ്രീലങ്കയിലെ തേരേവാദ മതക്കാർ ബുദ്ധനെ ആരാധിക്കുന്ന കിഴക്കോട്ട് നോക്കിയാണ്. എന്നാൽ ടിബറ്റൻ ബുദ്ധമതക്കാർ ബുദ്ധനെ ആരാധിക്കുന്ന പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്താണ് പൊതാളക എന്ന് പറയുന്ന പൊതിയൽ മല. പക്ഷെ ഇതൊരു സാധ്യത മാത്രമാണ്. ഈ സാധ്യതയെ അരക്കിട്ടുറപ്പിക്കുന്ന മറ്റൊന്നാണ്, ദലൈലാമയ്ക്ക് വേണ്ടി 16ാം നൂറ്റാണ്ടിൽ ലാസയിൽ നിർമ്മിച്ച കൊട്ടാരത്തിൻ്റെ പേര് പൊതാളക എന്നാണ്. ഇപ്പോഴും ഉണ്ട് ആ കൊട്ടാരം. അപ്പോൾ ഈ പൊതാളക എന്ന പേര്, ഈ പേര് വരുന്ന പരാമർശിക്കപ്പെടുന്ന മണിമേഖല എന്ന് പറയുന്ന കൃതി, ഹ്യുയാൻസാങ്ങിൻ്റെ റിപ്പോർട്ട്, ബുദ്ധമതക്കാർ ആരാധിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധനെ സങ്കല്പിച്ചുകൊണ്ട് തൊഴുന്ന ദേശം, ഇതെല്ലാം വരുന്നത് ഈ പൊതാളക എന്ന് പറയുന്ന ഈ അഗസ്ത്യകൂടമാണ്. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പം ഇതെല്ലാം അശോകനിലേക്ക് നീളുകയാണ്. അപ്പം ഇതിനെക്കുറിച്ച് തന്നെ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ മണിക്കൂറുകൾ എടുക്കേണ്ടുന്ന ഒരു വിഷയമാണ്. പക്ഷെ ഇത് ഒരിക്കലും, അതായത് ഇന്ന് ഈ അശോകൻ്റെ ശിലാലിഖിതങ്ങളെക്കുറിച്ചുള്ളൊരു പഠനം എത്രയോ തവണ രണ്ടാമതൊരു പതിപ്പ് വേണമെന്നാവശ്യപ്പെട്ടിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഇതുവരെ അങ്ങനൊരു പതിപ്പ് ഇറക്കിയിട്ടില്ല എന്നുകൂടി നമ്മൾ ആദ്യം ഇറക്കിയ ഒരു പതിപ്പാണ് എൻ്റെ കൈവശമുള്ളത്. രണ്ടാമതൊരു പതിപ്പ് ഇറക്കണമെന്ന് പല ഭാഗത്തൊന്നും ആവശ്യം വന്നു ഇല്ല. അപ്പോൾ ഒരുപാട് ആളുകൾ വീട്ടിൽ വന്ന് അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ട് പോകാറുണ്ട്. ഈ ബുദ്ധമതത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധമതം വളരെ പ്രബലമായൊരു മതം ഒരു ഘട്ടത്തിലായിരുന്നു. കേരളത്തിലോ ഈ ദക്ഷിണേന്ത്യയിലോ വേണം നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അതിന് ഉപോത്ബലമായ ചരിത്രപരമായിട്ട് തെളിവുകൾ വളരെ ദുർബലമാണെന്നുള്ളൊരു വാദമുണ്ട്. ഇത് സാറിന് ഇത് എങ്ങനെയാണ്? ഈ സാഹചര്യം നമ്മൾ ഇപ്പോൾ ദുർബലമാണ് എന്ന് പറയുന്ന ഇതേ ആളുകൾ നമ്മൾ പൊതുവെ പറയുമ്പോൾ, ഇപ്പോൾ ഹിന്ദുമതം അങ്ങനൊരു മതം ഉണ്ടെങ്കിൽ അതിനകത്ത് 2 പരിഷ്കൃത പ്രസ്ഥാനങ്ങളാണ്, ഒന്ന് ജൈനമതവും ബുദ്ധമതവും എന്ന് നമുക്ക് തൽക്കാലം വിലയിരുത്താം.
അങ്ങനെയെങ്കിൽ ജൈനമതത്തിന് ഇവിടെ സ്വാധീനം ഉണ്ടായിരുന്നു ഇല്ലെന്നായിരിക്കും ഉത്തരം. പക്ഷേ ജൈനമതത്തിന് സ്വാധീനം ഉണ്ടായിരുന്നതായി 10-30ഓളം ലിഖിതങ്ങൾ ലഭ്യമാണ്. അവരുടെ 7-8 ക്ഷേത്രങ്ങൾ നമുക്ക് ലഭ്യമാണ്. എങ്കിൽ പിന്നെ താരതമ്യേന ജൈനമതത്തിനേക്കാൾ മുമ്പിൽ നിന്ന് ബുദ്ധമതത്തിന് ഇവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഒന്ന്, മധ്യ കേരളത്തിൽ നിന്ന് കിട്ടിയ ബുദ്ധൻ്റെ പ്രതിമകൾ, കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന സങ്കല്പം, ചാത്തൻ എന്ന് പറയുന്ന സ്ഥലപ്പേരുകൾ, ഏകദേശം നമുക്ക് 200ഓളം സ്ഥലപ്പേരുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചാത്തനുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മുടെ ഈ വെള്ളനാട്, നമ്മൾ സംസാരിക്കുന്ന പ്രദേശത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഒരു ചാത്തനാടുണ്ട്. അതേപോലെ ഒരു ചാത്തനാട് നമുക്ക് ആലപ്പുഴ കാണാം. കൊല്ലത്തുണ്ട് ചാത്തനാട്. അതിന് ചാത്തനാട്, ചാത്തങ്കോട്, ചാത്തമ്പാട്, അങ്ങനെ നിരവധി ചാത്തനും പോത്തനും ആയി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലപ്പേരുകൾ. ഇതങ്ങനെ വന്നു. ഈ ബൗദ്ധരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സാക്ഷരരായിരുന്നു. സാക്ഷരത പരമാവധി ഉപയോഗിച്ച ഒരു സമൂഹമായിരുന്നു ബൗദ്ധ സമൂഹം അല്ലെങ്കിൽ ജൈന സമൂഹം. പക്ഷേ അതിന് അങ്ങനെയാണെങ്കിൽ ഈ ബൗദ്ധ മതം ഇത്രമാത്രം പ്രബലമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ജൈനമതം ഇത്രമാത്രം പ്രബലമായിരുന്നെങ്കിൽ, തികച്ചും സാക്ഷരമായിട്ടുള്ള ഒരു സമൂഹം പടുത്തുയർത്തിയ അത്തരം ഒരു വിഭാഗത്തിൽ നിന്നും എന്തുകൊണ്ട് കൃതികളുണ്ടായില്ല? അത് സാഹിത്യമാകട്ടെ, സാഹിത്യേതരമായിട്ട് കൃതികളൊന്നും ഉണ്ടായില്ല. നമുക്ക് പറയാൻ വേണ്ടിയുള്ളത് കുറച്ച് സ്ഥലനാമങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ചില ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ ദുർബലമാണെന്നാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. വളരെ ദുർബലമാണ്. അതൊരു വലിയ പരപ്പിലുള്ളൊരു മതത്തിൻ്റെ സ്വാധീനം തെളിവാക്കാൻ സഹായിക്കുന്നതല്ല. എന്നാൽ സാക്ഷരമായ സമൂഹം എന്തുകൊണ്ടാണ് സാഹിത്യം ഉപേക്ഷിച്ച് കടന്നുപോയത്? അത് നമുക്കൊരു തെറ്റായ ധാരണ. ആരാണ് പറഞ്ഞത് കേരളത്തിൽ ബൗദ്ധ സാഹിത്യം ലഭ്യമായിരുന്നില്ല എന്ന്? ഇന്നും അപ്പോൾ നമ്മൾ ബുദ്ധമതത്തിനെ കുറിച്ച് പറയുന്നത് നമ്മൾ പ്രധാനപ്പെട്ട 2 ധാരകളെയാണ് പറയുക. ഒന്ന് തേരേവാദവും മറ്റത് മഹായാനവും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക്, അല്ലെങ്കിൽ ഒരുപക്ഷെ മഹായാനത്തിൽ നിന്ന് പിരിഞ്ഞു വന്നുണ്ടായവരെണ്ണമുണ്ട് മന്ത്രയാനം അഥവാ വജ്രയാനം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഈ വജ്രയാനത്തിൻ്റെ ബൈബിൾ എന്ന് പറയുന്ന ആര്യ മഞ്ജുശ്രീ കൽപ്പത്തിന് ഒരൊറ്റ കയ്യെഴുത്ത് പ്രതിയെ കിട്ടിയുള്ളൂ. അത് പഴയ തിരുവിതാംകൂറിൽ നിന്നാണ്, മണലിക്കര മഠത്തിൽ നിന്നാണ്. തക്കലയുള്ള മണലിക്കര മഠത്തിൽ നിന്നാണ് ഈ ആര്യ മഞ്ജുശ്രീ കൽപ്പം കിട്ടുന്നത്. അത് അതിൻ്റെ ബൈബിളാണ്. ഒന്ന്, ഈ സാഹിത്യം എന്ന് പറയുന്നത് നമ്മൾ അച്ചടി മേഖല ഇല്ലാതിരുന്നൊരു കാലം, അച്ചടിയെക്കുറിച്ച് നമുക്ക് സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്നൊരു കാലത്താണ് ഇതിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ പല അപൂർവം ചില ഗ്രന്ഥപ്പുരകളിലോ ചില വീടുകളിലോ ഒക്കെ എത്ര ലക്ഷക്കണക്കിന് ഓലകളാണ് നശിപ്പിച്ചപ്പെട്ടത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, മലയാള ലിപികൾ ആദ്യം അച്ചടി വിരളുന്നത് ഹോർത്തൂസ് മലബാറിക്കൂസാണ്. ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറയുന്ന കൃതി എഴുതിയ 3-4 ഭാഷകളിലായിട്ട് 746 മറ്റോ സസ്യങ്ങളെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിൻ്റെ യഥാർത്ഥ എൻ്റെ മലയാള രൂപം എന്ന് പറയുന്ന കേരളാരാമമാണ്. കേരളാരാമം എന്ന് പറയുന്ന ഇട്ടിയച്ചൻ എഴുതിയ മലയാള കൃതിയുടെ വിവർത്തനമാണ്. ഈ കേരളാരാമം ഇന്ന് ലഭ്യമല്ല. കാരണം ഇട്ടിയച്യുതൻ മരിച്ച് ആ തറവാടെന്ന് പുതുക്കി പണിയാൻ നോക്കിയപ്പോൾ മുകളിൽ മച്ചുംപുറത്ത് ഒരു പഴയ പനയോലപ്പെട്ടിയിൽ കുറേ ഓല ആവശ്യമില്ലാതെ കിടക്കുന്നു. ആ ഓല എടുത്ത് അവരങ്ങ് കത്തിച്ചു. നടന്ന സംഭവം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള. പിന്നീടാണ് ഇത് അറിയുന്നത് കേരളാരാമമാണ്. കേരളാരാമ ലഭ്യം. ഇങ്ങനെ എത്രയോ ഗ്രന്ഥങ്ങൾ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും ബുദ്ധമതം കേരളത്തിനെ സംബന്ധിച്ചുള്ള ഒരു രാജകീയ മതമായിരുന്നില്ല. രാജകീയ പിന്തുണയില്ലാതെ ഒരു മതത്തിന് എന്തുകൊണ്ട് സാഹിത്യം ഉണ്ടാകും? സ്വാഭാവികം. വാമൊഴിയായി നടക്കും. ആ വാമൊഴിയായി വന്നതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ഈ ചാത്തനും. ഒരു മതം സമൂഹത്തിൽ പോപ്പുലേഷനിൽ വളരെ വളരെ ശക്തമായിട്ടുള്ളൊരു സാന്നിധ്യം ഉണ്ടാക്കാൻ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും രാജാക്കന്മാർ മാത്രമല്ല അവിടെ ഉണ്ടാവുക, സാഹിത്യകാരന്മാരെന്നെ ഉണ്ടാവണം. കവികൾ, കലാകാരന്മാർ, ശില്പികൾ, അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടാക്കുന്നവർ. അപ്പോൾ അവരുടേതായിട്ടുള്ള ഓരോ തെളിവുകൾ നമ്മൾ കാണുന്നില്ല. ആ തെളിവുകളൊക്കെ ഇവിടെ പോയി. ആ തെളിവുകൾ, അതിൽ ഒരു ഉദാഹരണം നമുക്ക് അവസാനമായി കിട്ടുന്ന, ഇപ്പം എൻ്റെ പരിമിതമായ അറിവിനകത്തെന്നാണ് ഞാൻ പറയുന്നത്, 14-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഉണ്ണുനൂലി സന്ദേശത്തിനകത്ത് ക്ഷപണകന്മാരെ കുറിച്ച് പറയുന്നത്. ഈ ക്ഷപണകന്മാരെന്ന് പറഞ്ഞാൽ ചന്തയിൽ ചെന്ന് മന്ത്രവാദവും ഫലം പറയലും നടത്തി പണം സമ്പാദിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അതായത് അവരെ ഒരു തരം നികൃഷ്ട ജീവികളായിട്ടാണ്. അത് ഒരു ബ്രാഹ്മണ്യത്തിൻ്റെ സൃഷ്ടിയാണ്. ഈ ഞാൻ പറഞ്ഞ ഈ
സന്ദേശകാവ്യം സന്ദേശം. ആ ഉണ്ണുനൂല് സന്ദേശത്തിൽ ക്ഷമണകന്മാരെ എടുത്തു പറയുന്നുണ്ട്. ക്ഷമണകൻ എന്ന് പറഞ്ഞാൽ ബുദ്ധനാണ്, അത് നമുക്ക് അമരകോശത്തിൽ കൃത്യമായിട്ട് പറയുന്നത്. ഈ ക്ഷപണകനെ എടുത്തു പറയുന്നുണ്ട്. അപ്പം ക്ഷപണകർ എന്ന് പറയുന്ന ഒരു വിഭാഗമില്ലാതെ അതിനകത്ത് അങ്ങനെ ഒരാളാണ് ഈ പറയേണ്ട ആവശ്യമില്ല. കൊല്ലം ചന്തയിൽ ഇതിങ്ങനെ സംഭവിച്ചതായി 14-ാം നൂറ്റാണ്ടിൽ ഉണ്ണുനൂല് സന്ദേശത്തിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇപ്പം നമുക്ക് തമിഴ്നാട്ടിലേക്ക് വീണ്ടും ഒന്ന് പോവാം. ഇപ്പോൾ ഈ സംഘം സാഹിത്യമുണ്ട്. സംഘം സാഹിത്യം മോറോർലെസ് ഒരു ബുദ്ധ സാഹിത്യമാണെന്ന് പറയാം, അല്ലേ സാർ? സംഘം സാഹിത്യമാണ്, ഏകദേശം ബുദ്ധന്മാരുടെ സാഹിത്യമാണത് കൂടുതൽ. പക്ഷേ ഈ സംഘം സാഹിത്യം ഇപ്പോഴേ ഒരു പുനർവായനയ്ക്ക് അല്ലെങ്കിൽ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ അത് വളരെയധികം നൂറ്റാണ്ടിലോട്ട് പുറകോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ തമിഴർ തന്നെ അത് പറയുന്നത് തൊൽ ഇലക്യം എന്നാണ് അവർ. സംഘം സാഹിത്യമെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ അവർ ചില ചരിത്രകാരന്മാരെങ്കിലും തയ്യാറാവുന്നില്ല. കാരണം സംഘം ലിറ്ററേച്ചറിനേക്കാൾ പഴക്കമുള്ളതാണ്, അല്ലെങ്കിൽ ആ പീരീഡിനും താണ്ടി പോകുന്നതാണ് തമിഴ് സാഹിത്യം. അതുകൊണ്ട് തന്നെ അവർ അത് ഇപ്പം വിളിക്കാൻ തൊൽ ഇലക്കിയം, പഴയ സാഹിത്യം, പഴം സാഹിത്യം എന്നാണ്. സംഘം സാഹിത്യം എന്നുള്ള പേര് മാറ്റിയിട്ട് തൊൽ സാഹിത്യം അല്ലെങ്കിൽ പഴയ സാഹിത്യം എന്ന് വിളിക്കാനാണ് അവർ അപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം ഈ കീഴടി കണക്കുള്ള എക്സ്കവേഷൻ വന്നതിന് ശേഷം കുറച്ചും കൂടെ അത് വളരെയധികം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു സത്യമായിട്ട് മാറിയിട്ടുണ്ട്. ഈ സംഘം സാഹിത്യത്തിനും താഴേക്ക് വീണ്ടും പിന്നിലോട്ട് പോകാൻ കഴിയും, അവിടെയും സാഹിത്യം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, കീഴടി എക്സ്കവേഷൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് വീണ്ടും ഈ ആധുനിക ചരിത്രത്തിലേക്ക് തന്നെ, ആധുനിക കാലഘട്ടത്തിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഇപ്പം തന്നെ ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ കീഴടി എക്സ്കവേഷൻ്റെ ഗവേഷണ ഫലങ്ങളെ നിരാകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയം വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ ചരിത്ര ഗവേഷണ മുറികളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്ര ഗവേഷണ മുറികളിൽ ഇപ്പോൾ ചരിത്രം തന്നെ മറ്റു രാജ്യങ്ങളിൽ വളരെയധികം വികസിത രൂപത്തിലാണ് ചരിത്രാന്വേഷണം നടക്കപ്പെടുന്നത്. കാരണം പുതിയ പുതിയ അറിവുകൾ, പുതിയ പുതിയ ഡിസിപ്ലിനുകളുടെ പിൻബലത്തോടു കൂടിയാണ് ചരിത്ര സത്യങ്ങൾ സ്ഥാപിക്കപ്പെടുന്നത്. ഇപ്പം നമുക്ക് ആർക്കിയോളജിക്കൽ തെളിവുകളുണ്ട്, അതുപോലെ ബയോളജിക്കൽ തെളിവുകളുണ്ട്, DNA തെളിവുകളുണ്ട്. പുതിയ പുതിയ ഡിസിപ്ലിനുകളുടെ ഫലമായിട്ട് നമുക്ക് പല ചരിത്ര സത്യത്തെയും, ചരിത്രത്തെ ഒരിക്കലും ആ സത്യം എന്നുള്ള രീതിയിൽ നമുക്ക് പുനർസൃഷ്ടിക്കാൻ പാടായിരിക്കും, എങ്കിൽ പോലും നമുക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് ഹിസ്റ്ററി. ആ രീതിയിൽ നമ്മളുടെ ചരിത്ര ഗവേഷണങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യയിലാകട്ടെ ഇത്തരത്തിലുള്ള ഡിസിപ്ലിനുകൾ ഉപയോഗിക്കാതെയും അന്ധവിശ്വാസം അല്ലെങ്കിൽ രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ മിത്തുകളെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഇതിനെ എങ്ങനെ നമുക്ക് ചെറുക്കാൻ പറ്റും? ഇതിനെ ചെറുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ചരിത്രത്തിനെ ജനകീയവൽക്കരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് വർഷങ്ങൾ എടുത്തേക്കാം, ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ എടുത്തേക്കാം. നമ്മളിവിടെ ഒരിക്കലും ചരിത്രം ജനകീയവൽക്കരിക്കപ്പെട്ടിട്ടില്ല. ഒരു ഉദാഹരണം ഞാൻ പറയുന്നു. ചരിത്രം എന്ന് പറയുമ്പോൾ അത് ഒരു കൂട്ടം ബുദ്ധിജീവികളുടേതാണെന്നും ഒരു കൂട്ടം അക്കാഡമീഷ്യന്മാരുടേതാണെന്നും ഒരു പൊതുധാരണ പരത്താൻ നമ്മുടെ പഴയ ചരിത്രകാരന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചരിത്രം പറയുന്നവൻ ഏതോ നല്ല ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവനാണ്, അവന് നമ്മളുമായി ബന്ധമില്ല എന്നൊരു പൊതുധാരണ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ചരിത്രമെന്നത് രാജാക്കന്മാരുടെയും അവരെ പിൻപറ്റി ജീവിക്കുന്നവരുടെയും അവരുടെ അടുക്കള പാർലമെൻറ്റിൻ്റേതാണ് എന്നൊരു തെറ്റായ ധാരണ, അല്ലെങ്കിൽ അങ്ങനെ എഴുതപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ ഒരു ധാരണ വരുന്നതിന് കാരണം. അതിന് ബദലായിട്ടാണ്, ഒരുപക്ഷെ ലോകത്ത് മുഴുവൻ അതായിരുന്നു, 1920 കൂടിയാണ് അതിൻ്റെ മാറ്റം വരുന്നത്. ഹിസ്റ്ററി ഫ്രം ബിലോ, അതായത് ജയിച്ചവൻ്റെത് മാത്രമല്ല ചരിത്രമെന്നും തോറ്റവൻ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ജയിച്ചവന് പ്രസക്തിയുള്ളൂ എന്നും, അതുകൊണ്ട് ചരിത്രം എന്നത് തോറ്റവൻ്റേത് കൂടിയാണ് എന്നും, അതല്ലെങ്കിൽ രാജാവിൻ്റേത് മാത്രമല്ല പ്രജകളുടേത് കൂടിയാണെന്നും, ഭരിക്കുന്നവൻ്റേത് മാത്രമല്ല ഭരിക്കപ്പെടുന്നവൻ്റേത് കൂടിയാണ് എന്ന് ചരിത്രമെന്നുള്ളൊരു ബോധ്യം യൂറോപ്പിൽ രൂപപ്പെട്ടു. ആ യൂറോപ്പിൽ രൂപപ്പെട്ടു വന്ന ആ പുതിയ സിദ്ധാന്തം എന്തുകൊണ്ടോ നമ്മളിവിടെ വേര് പിടിക്കാൻ പിന്നെയും 100 കൊല്ലം എടുത്തു. ഇപ്പോൾ ആദ്യമായി കേരള ഹിസ്റ്ററി കോൺഗ്രസ്സിൽ, കേരളത്തിൽ സർക്കാർ ഫണ്ടോടുകൂടി, സർക്കാർ ഫണ്ട് മുടക്കി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി നടത്തുന്നതാണ് കേരള ഹിസ്റ്ററി കോൺഗ്രസ്. ആ കേരള ഹിസ്റ്ററി കോൺഗ്രസ്സിൽ ആദ്യമായി ലോക്കൽ ഹിസ്റ്ററിക്ക് ഒരു ചെയർ അനുവദിച്ചിട്ടുണ്ട്. ആദ്യമായി. അതുവരെ ലോക്കൽ ഹിസ്റ്ററിക്ക് ഒരു ചെയറില്ല ഇവിടെ. അത് നിരന്തരമായ നമ്മുടെ ആവശ്യവും ഒരുപക്ഷെ അതൊക്കെ ആവാം. സാർ, ഈ ലോക്കൽ ഹിസ്റ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് വളരെ തികച്ചും മൈക്രോ
ലെവലിലുള്ള ഭൂപ്രകൃതിയാണോ അതോ ജില്ല അടിസ്ഥാനത്തിലുള്ള എങ്ങനെയാണത്? അല്ല, അത് ഈ ശരിക്കും മൈക്രോ ഹിസ്റ്ററി, ഈ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് തെറ്റാണ്. ഞാനത് പറയുന്നതിന് കാരണം എങ്കിലേ ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ലോക്കൽ എന്ന് പറഞ്ഞാൽ പ്രാദേശിക ചരിത്രം തന്നെയാണ് അതിൻ്റെ ബേസ്. പക്ഷേ അതിൻ്റെ പേര് ശരിക്കും മൈക്രോ ഹിസ്റ്ററി എന്നാണ്. ഹിസ്റ്ററിയെ രണ്ടായി തിരിച്ചുണ്ട്: മാക്രോ ഹിസ്റ്ററി ആൻഡ് മൈക്രോ ഹിസ്റ്ററി. മാക്രോ മീൻസ് വലുത്, സ്ഥൂല ചരിത്രം. മൈക്രോ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ചരിത്രം. അപ്പോൾ സ്ഥൂല ചരിത്രം ഫ്രം ദ ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് രാജാവിൽ തുടങ്ങി പ്രജയിൽ അവസാനിക്കുക, പ്രജയ്ക്ക് അവസാനത്തെ സ്ഥാനമാണ്. മറിച്ച് മൈക്രോ ഹിസ്റ്ററി അഥവാ സൂക്ഷ്മ ചരിത്രം ഫ്രം ബോട്ടം ടു ടോപ്പ്, ഹിസ്റ്ററി ഫ്രം ബിലോ, പ്രജയിൽ നിന്ന് രാജാവിലേക്ക്. രാജാവ് എന്ന് പറയുന്നത് ഞാനൊരു ഒരു 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 വ്യാപക അർത്ഥത്തിൽ ഉപയോഗിച്ചതാണ്. അതായത് ഭരിക്കപ്പെടുന്നവനിൽ നിന്ന് ഭരിക്കുന്നവനിലേക്ക്, മറ്റത് തിരിച്ചു. ആ ഒരു രീതി ഏതാണ്ട് വന്നിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. ഞാൻ എൻ്റെ ആദ്യത്തെ പ്രാദേശിക ചരിത്രം എഴുതി ഇവിടെയുള്ള പ്രസാധകർ മുഴുവൻ സമീപിച്ചു. അവരാരും അവസാനം പ്രൗഢ ഫണ്ടിൽ നിന്ന് ലോൺ എടുത്താണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഇപ്പോൾ അതിനേതാണ്ട് ഒരു ആ മേഖലയിലേക്ക് പിന്നെ ഒരുപാട് ആളുകൾ വന്നു. ഇപ്പോൾ അതിനൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എന്നൊരു പൊതുബോധ്യം കേരളത്തിൽ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ സജീവമാണ്. ഈ മിത്തും ചരിത്രവും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ നിർവചനങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ഒരു സങ്കേതങ്ങൾ ഉപയോഗിക്കാൻ? അതിന് ഇത്രയേ ഉള്ളൂ. ഒറ്റ കാര്യം, അതിൽ വളരെ പ്രധാനമായ ഒരൊറ്റ കാര്യമുള്ളൂ. ചരിത്രത്തിൽ ഒറ്റ പാഠമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പറയുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേര് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ ഗവർണറുടെ പേര് പറയുന്നു. അതിന് ഒരു പാഠമുള്ളൂ. വേറൊരു ഗവർണർ ഇല്ല. ഇപ്പോൾ ഒറ്റ ഗവർണർ. മറിച്ച് കേരളം സൃഷ്ടിച്ചത് പരശുരാമനാണോ അതോ അഗസ്ത്യരാണോ എന്നൊരു കഥ വരുമ്പോൾ അവിടെ നമുക്ക് സംശയം വരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന് ഒറ്റ പാഠമേ ഉള്ളൂ, മിത്തുകൾക്ക് പല 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 പാഠങ്ങളാണ്. ഇപ്പോൾ ഓണത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നു. ഓണത്തിന് പല പാഠങ്ങളാണ്. അതായത് നമ്മുടെ മാവേലിയെ ചവിട്ടി താഴ്ത്തിയത് കൊണ്ട് മാവേലി പ്രജയെ കാണാൻ വരുന്നതാണ് ഓണം, ഒരു പാഠം. അപ്പോഴാണ് വേറൊരു പ്രശ്നം വന്നത്. എന്ത് പ്രശ്നം? ഈ 5ാമത്തെ അവതാരം മാവേലിയെ ചവിട്ടിത്താഴ്ത്തി 6ാമത്തെ അവതാരം കേരളം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു കോൺട്രവേഴ്സി വന്നപ്പോൾ അവരൊരു പുതിയൊരു കഥയുണ്ടാക്കി. എങ്ങനെയാണ്? കേരളം സൃഷ്ടിച്ച പരശുരാമൻ നാട് വിട്ടു പോകാൻ നേരത്ത് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ മനസ്സിൽ ധ്യാനിച്ചാൽ മതി, ഞാൻ പ്രത്യക്ഷപ്പെടും. അങ്ങനെ അദ്ദേഹം അപ്രത്യക്ഷനായി. അപ്പോൾ ഒരു വിദ്വാന് തോന്നി ഇയാൾ കള്ളം പറഞ്ഞതാണെങ്കിലോ. ഉടൻ തന്നെ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പരശുരാമനെ ധ്യാനിച്ചു. പരശുരാമൻ പ്രത്യക്ഷപ്പെട്ടു. ചോദിച്ചാൽ എന്താ നിങ്ങളുടെ ആവശ്യമൊന്നുമല്ല, അങ്ങ് വരുമോ ഇല്ലെന്നൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. നിൻ്റെ അഹങ്കാരത്തിന് ഞാൻ മേലെ കേരളത്തിലേ വരില്ല, എൻ്റെ ജന്മദിനത്തിന് എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വരുമെന്ന് പറഞ്ഞു പോയതിനെക്കുറിച്ചൊരു കഥയുണ്ട്. അപ്പം ഇങ്ങനെ വേറെ ഒരുപാട് കഥയുണ്ട്. ഞാൻ പറഞ്ഞു ഇത് പല 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 കഥകളാണ്. മറിച്ച് ഇതിനെ സംബന്ധിച്ച് ചരിത്രം എന്ന് പറയുന്ന ഒരൊറ്റ രേഖയാണ് ഉള്ളത്. ചരിത്രത്തിനെ കുറിച്ച് 840-45 ഉള്ള പിന്നെ ഒരു ശിലാലിഖിതമുണ്ട്. ആ ശിലാലിഖിതത്തിൽ ഓണത്തിനെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തണം. ആ ശിലാലിഖിതത്തിനെ സംബന്ധിച്ച് തർക്കമില്ല, രേഖയുണ്ട്. മറ്റത് മിത്താണ്. മിത്തിന് പല പാഠങ്ങളാണ്. അപ്പോൾ പല പാഠങ്ങളുള്ളത് മുഴുവൻ മിത്തോ ഐതിഹ്യമായിരിക്കും. ഒറ്റ പാഠമാണെങ്കിൽ അത് സത്യമായിരിക്കും, ചരിത്രമായിരിക്കും, അതിന് രേഖയും ഉണ്ടാകും. ഇതാണ് അത് കണ്ടുപിടിക്കാനുള്ള വളരെ ലളിതമായ ഒരു മാർഗം. പിന്നെ വേറൊന്നുള്ളത് എന്ന് പറയുന്നത്, മിത്തിന് നമ്മൾ ഇവിടെ പറയുന്ന മിത്തല്ല മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ. സ്ഥലത്തിനനുസരിച്ച് മിത്ത് മാറിക്കൊണ്ടിരിക്കും. സത്യത്തിന് ഒരു മാറ്റവുമില്ല, അല്ലെങ്കിൽ ചരിത്രത്തിന് ഒരു വില. എവിടെ ചെന്നാലും അതിന് ഒരൊറ്റ പാഠമേ ഉള്ളൂ. ഇപ്പോൾ ചേരമാൻ പെരുമാൾ മതം മാറി, മക്കയിൽ പോയി മതം മാറി എന്നൊരു കഥ, ഇസ്ലാം മതം സ്വീകരിച്ചു എന്നൊരു കഥ, ജൈനമതം സ്വീകരിച്ചു എന്ന് AP ശങ്കുണ്ണി നായരെ പോലുള്ള ആളുകൾ പറയുന്നുണ്ട്, ബുദ്ധമതം സ്വീകരിച്ചു എന്ന് മറ്റൊരു വിവരം പറയുന്നുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് പല 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 മെത്തുകൾ. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ ഇതിനെയൊക്കെ തള്ളിക്കളയുന്നത്. പിന്നെ ഇപ്പം ആധുനികമായൊരു പ്രവണത കണ്ടുവരുന്നത്, ഈ മിത്തുകളെ മുഴുവൻ ശേഖരിച്ച് ഇതിനെ ചരിത്രമാക്കി മാറ്റി അത് എൻ്റെ ജാതിക്കും എൻ്റെ മതത്തിനും എൻ്റെ വിശ്വാസത്തിനും എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അനുസരിച്ച് മാറ്റിയെടുക്കുക എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. ഇവിടെയാണ് വിശ്വാസമേത് ചരിത്രമേതെന്ന് തിരിച്ചറിഞ്ഞുകൂടാതെ പുത്തൻ ആളുകളെ കുഴയ്ക്കുന്ന ഒരു രീതി ഇന്ന് കണ്ടുവരുന്നുണ്ട്. ഇതേറ്റവും കൂടുതൽ അപകടം ചെയ്യുന്ന രീതി. ഈ ചരിത്രം എന്ന് പറയുന്നത്
വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്കൊരിക്കലും ചരിത്രത്തെ പുനഃസൃഷ്ടിക്കാൻ കഴിയില്ല. ഇറ്റ് ഈസ് റാദർ ഇമ്പോസിബിൾ. നമുക്കറിയില്ല ഈ മുൻകാലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിഞ്ഞില്ല. അതിന് തെളിവുകളൊന്നുമില്ല. ഇപ്പോൾ റോമില താപ്പറിനെ കണക്കുള്ള ചരിത്ര ഗവേഷകർ പറയുന്നത് നമുക്ക് ചരിത്രത്തിനെ ഒരിക്കലും അതിനെ പുനഃസൃഷ്ടിക്കാൻ നമുക്കാവില്ല. പക്ഷെ നമുക്കതിനെ മനസ്സിലാക്കാൻ മാത്രമേ കഴിയൂ. വി ക്യാൻ ഓൺലി അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ പാസ്റ്റ്. വി ക്യാൻ ഓൺലി അണ്ടർസ്റ്റാൻഡ്. അവർ അടിവരായിട്ട് പറയുന്നൊരു കാര്യമാണ്. വി ക്യാൻ ഓൺലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. വി കനോട്ട് റീകൺസ്ട്രക്ട് ദ പാസ്റ്റ്. അപ്പം ഈ ചരിത്രത്തിൽ പലതരം ഭാഷ്യങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ചരിത്രം മറ്റ് സയൻസ് വിഷയങ്ങളെ കണക്കല്ല. അതിൽ എവിഡൻസിനെ മാത്രം ബന്ധപ്പെടുത്തി നമുക്ക് ഒന്നും നിർണ്ണയിക്കാനും സാധ്യമല്ല. കുറച്ച് സ്പേസുകളുണ്ട്, കുറച്ച് സ്ഥലങ്ങളുണ്ട്, വിട്ടുപോകുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ചരിത്രകാരന്മാർ ഈ സ്ഥലങ്ങളിൽ കയറുകയും അവരുടെ അജണ്ടകൾ, അവരുടെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ പ്രചരിപ്പിക്കാൻ ചെയ്യുകയും രാഷ്ട്രീയ യജമാനന്മാരുടെ അനുമതിയോടുകൂടി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഇന്ത്യയിൽ മാത്രം നടക്കുന്നതാണോന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ എല്ലായിടത്തും നടക്കുന്നുണ്ടായിരിക്കും. ഭരണാധികാരികളുടെ ഒരു ടൂളും കൂടിയാണ് ഈ ചരിത്ര ടെക്സ്റ്റ് ബുക്കുകൾ. നമുക്കിനി ഓഡിയൻസിലേക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. കേരളത്തിലെ പെരുംചേരലാതൻ വടക്കിരിക്കുക എന്ന് വെച്ചാൽ ചല്ലേക്കാന അറിയാമല്ലോ, ജൈനമത ഇതാണ്. അതിന് തെളിവുണ്ട്, ചരിത്രത്തിൽ തെളിവുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ തിരുച്ചാണകത്ത് മലൈ, തിക്കൃഷിയുടെ അടുത്ത്, അതൊരു ജൈനക്ഷേത്രമാണ്. ആ ക്ഷേത്രം ഇപ്പോഴും ഉണ്ട്. താങ്കൾ കണ്ടിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് അവിടെ ഈ പ്രദേശങ്ങളിൽ ജൈനമതം പ്രിവലൻ്റായിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്. അടുത്ത ചോദ്യം, അശോകൻ്റെ ബ്രഹ്മി എന്ന് പറയുന്നത് പാലി ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ തമിഴെന്ന് പറയുന്നത് ദ്രാവിഡിയൻ ലാംഗ്വേജാണ്. പാലി ഭാഷ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് എന്നുള്ള ഒന്നാണ്. അപ്പോൾ ഇതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ബ്രഹ്മി തമിഴ് ഭാഷയിൽ നിന്ന് ഉണ്ടായെന്ന് പറഞ്ഞാൽ അതൊരു ദ്രാവിഡ ഒറിജിനായിരിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. അത് വിശദീകരിക്കണം. പിന്നെ രണ്ടാമത്, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് തൊൽക്കാപ്യൻ ജനിച്ചതെന്ന് പറയപ്പെടുന്നു. അതങ്കോട്ട് ആശാൻ്റെ സ്ഥലം കളിയിക്കാവളയ്ക്കടുത്താണ്. അതങ്കോട്ട് ആശാൻ്റെ ശില അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കളിയിക്കാവളയ്ക്കടുത്തുള്ള അമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇതൊന്ന് വിശദീകരിക്കണം കരുതുന്നു. ഇതിൽ നമ്മൾ ഈ ആദ്യം ചോദിച്ച ചോദ്യം ഈ വടക്കിരുക്കലാണ്. പെരിഞ്ചേരലാതൻ വടക്കിരുന്നു. പെരിഞ്ചേരലാതന് പെരിഞ്ചോറ്റുതിയൻ എന്നൊരു പേരുകൂടിയുണ്ട്. അതവിടെ നിൽക്കട്ടെ. പെരിഞ്ചേരൽ ആതൻ, അതാണ് പെരിഞ്ചേരലാതനായി മാറിയത്. പെരിഞ്ചേരൽ ആതൻ എന്ന് പറയുന്നത് അർഹതൻ എന്നുള്ളതിൻ്റെ ദ്രാവിഡീകൃത രൂപമാണ്. അതുകൊണ്ട് തന്നെ ജൈനമതസ്ഥനായിരുന്നിരിക്കണം. ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ആയിരുന്നിരിക്കണം. ഏതായാലും ജൈനമതത്തിന് ഇവിടെ വളരെ ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. കാര്യം ഈ വടക്കിരിക്കൽ എന്ന് പറയുന്നത്, നമുക്ക് അവസാനം ഇവിടെ വടക്കിരുന്ന ഒരാളുണ്ട്, ദിനോബ ഭാവെ. അദ്ദേഹം വടക്കിരുന്ന് മരിച്ചയാളാണ്. വടക്കിരിക്കൽ എന്ന് പറഞ്ഞാൽ വടക്കോട്ടിരിക്കലല്ല, ശരിക്കും കിഴക്കോട്ടിരിക്കലാണ്. കാര്യം പഴയ ഭൂമിശാസ്ത്ര പ്രകാരം അനുസരിച്ച് വടക്ക് എന്ന് പറയുന്ന സൂര്യൻ ഉദിക്കുന്ന സ്ഥലമാണ് നമുക്ക് വടക്കും ഒക്കെ ഒരു വടക്കേ ഇന്ത്യൻ കോൺസെപ്റ്റ്. അതാണ് ഈ വടക്കിരിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഉദയസൂര്യൻ അഭിമുഖമായിരുന്ന് മാലിന്യം ധരിച്ച് മരിക്കുക എന്നുള്ളതാണ്. അതായത് മലമൂത്ര വിസർജനാദികളൊന്നും നടത്താതെ, ശരീരം വിയർക്കാതെ, ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് മരിക്കുക എന്നുള്ളതാണ് ഈ വടക്കിരിക്കൽ. അതായത് എൻ്റെ കർമ്മം പൂർണ്ണമായി കഴിഞ്ഞു, ഇനി എനിക്ക് ഈ ഭൂമിയിലൊന്നും ചെയ്യാനില്ല എന്നുള്ള തോന്നലിൽ ആരുടെ മനസ്സിലാദ്യം ഉണ്ടാകുന്നു, അതിനാണ് ഒരു തരം ആത്മഹത്യയാണ് അതിനകത്ത് ഈ ജൈന കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് വന്നത്. ശരിയാണ്, അതാണ്. അപ്പോൾ ജൈനമതത്തിന് ഇവിടെ വേരോടിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞത്. രണ്ടാമത്തേതാണ് നമ്മുടെ തിരുച്ചരണത്തുമല. ചാരണന്മാർ എന്ന് പറയുന്ന ശ്രമണന്മാരെയാണ് ചാരണന്മാരെന്നൊക്കെ സാധാരണ പറയുന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ അവസാനത്തെ തീർത്ഥങ്കരനായ ഇദ്ദേഹത്തിൻ്റെ വർദ്ധമാന മഹാവീരൻ്റേതുണ്ട്, 23-ാം തീർത്ഥങ്കരനായ പാർശ്വനാഥൻ്റേതുണ്ട്, ആദ്യത്തെ തീർത്ഥങ്കരനായ ഋഷഭനാഥൻ്റെ ഒക്കെ ബിംബങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു ദേവീക്ഷേത്രമായി മാറുന്നതിന് കാരണം ജൈനമതസ്ഥരെ സംബന്ധിച്ചുള്ള അവർക്ക് 2 പ്രധാനപ്പെട്ട ചിഹ്നങ്ങളുണ്ട്. അവരുടെ പുണ്യപുരുഷന്മാർ 24 പേരാണ്. ആ 24 പേർക്കും 24 ചിഹ്നങ്ങളും 24 യക്ഷികളെയും അവരുടെ സംരക്ഷണത്തിന് 24 യക്ഷികളെയും വിട്ടുകൊടുത്തിട്ടുണ്ട്.
അങ്ങനെ അതിൽ ഈ യക്ഷികളിൽ വളരെ പ്രസിദ്ധയായ യക്ഷിയാണ് 24-ാം തീർത്ഥങ്കരനായ വർത്തമാന മഹാവീരൻ്റെ യക്ഷിയായ പത്നി ദേവി. അങ്ങനെയാണ് ഈ പത്നി ദേവി അവിടെ പ്രധാന പ്രതിഷ്ഠയാവുകയും അത് ദേവീക്ഷേത്രമായി മാറുകയും ചെയ്തത്. അത് 16-ാം നൂറ്റാണ്ടാണ്. 16-ാം നൂറ്റാണ്ടിന് മുമ്പ് തിരുവിതാംകൂർ രാജാക്കന്മാർ അതിന് ചാർത്തിക്കൊടുത്ത ഇതുണ്ടല്ലോ, ഈ നികുതിയില്ലാത്ത ഭൂമിക്ക് കൊടുത്തിരിക്കുന്ന പേര് തന്നെ പള്ളിച്ചന്തം എന്നാണ്. അതായത് ജൈന ബൗദ്ധ ക്ഷേത്രങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പള്ളിച്ചന്തം, പള്ളിക്ക് കൊടുക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ പള്ളിച്ചന്തം എന്നുള്ള പേരാണ് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തമാണ് 16-ാം നൂറ്റാണ്ട് വരെ അതൊരു ജൈനക്ഷേത്രമായിരുന്നു. ജൈനർക്ക് വളരെയധികം സ്വാധീനം വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും, മധ്യ കേരളത്തിൽ പൊതുവെ കുറവാണെങ്കിലും നമ്മുടെ പെരുമ്പാവൂരൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളുണ്ട്. ജൈനമതത്തിന് വളരെയധികം സ്വാധീനമുണ്ടായിരുന്നു. അതിവിടെ വരുന്നതിൻ്റെ പ്രധാന കാരണം കച്ചവടക്കാർ വഴിയാണെന്നാണ് ചരിത്രകാരന്മാരുടെ ഒരു നിഗമനം. പിന്നെ മൂന്നാമതൊരു ചോദ്യം പറഞ്ഞ എന്താണ്? തൊൽക്കാപ്പിയം. തൊൽക്കാപ്പിയം ഒരു ദ്രാവിഡ ഭാഷകളിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമാണ് തൊൽക്കാപ്പിയം. ത്വൽ എന്ന് പറഞ്ഞാൽ പഴയത്, പഴക്കം ചെന്നത്. കാപ്യം എന്ന് പറഞ്ഞാൽ കാവ്യം എന്നുള്ളതാണ് തൊൽക്കാപ്യം. അപ്പോൾ തൊൽക്കാപ്യം തമിഴർ പറയുന്ന ഒരു ഇതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. തമിഴർ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന് 4440 വർഷത്തെ പഴക്കമുണ്ട് എന്നും അത് 3 സംഘങ്ങൾ നിലവിലിരുന്നു എന്നും അതിൽ 1-ാം സംഘത്തിലേത് മുഴുവൻ കടലെടുത്തു പോയി എന്നും 2-ാം സംഘത്തിലേൽ ഒരു പുസ്തകം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ, അത് ഇതാണ് എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ വേറൊരു ഐതിഹ്യമോ മിത്തോ ഒക്കെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയതാവാം. പക്ഷേ ആ കൃതി ലഭ്യമാണ്, നമുക്ക് ഇന്നത് വാങ്ങാൻ കിട്ടും. അതാണ് മലയാളത്തിലെയും തെലുങ്കിലെയും കന്നഡത്തിലെയും ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം. അതിൻ്റെ മലയാളം പൂർണ്ണ രൂപത്തിൽ ഇറങ്ങിയിട്ടില്ല. എൻ്റെ ഭാഗികമായി അത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തമിഴിൽ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ കിട്ടും. അത് ഈ ആദങ്കോട്ട് ആശാൻ്റെ മുമ്പിൽ, പക്ഷേ ഇത് എഴുതിയ ആളെക്കുറിച്ച് പറയുന്നില്ല, ആദങ്കോട്ട് ആശാൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ ആദങ്കോട്ട് ആശാനൻ്റെ ഒരു കളരി ഏതാണ്ട് നമ്മുടെ നാഗർകോവിൽ അല്ലെങ്കിൽ കന്യാകുമാരി ജില്ലയിൽ ഉണ്ടായിരുന്നു എന്നും ഈ ആദങ്കോട്ട് ആശാൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിരിക്കണം ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചതെന്നും ആദങ്കോട്ട് ആശാനാണ് അതിൻ്റെ തെറ്റ് തിരുത്തിയത് എന്നും നമുക്ക് ഏതാണ്ട് ഊഹിച്ചെടുക്കാമെന്നല്ലാതെ, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആദങ്കോട് ഇപ്പോഴുമുണ്ട്. ആദങ്കോട്ട് ആശാൻ അവിടുത്തെ ആശാൻ തന്നെ ആവണം. അതിന് ഇതൊരു ജൈനകൃതിയാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ തിരുച്ചാണത്ത് മലയും ഈ തൊൽക്കാപ്പിയവും തമ്മിൽ ഒരു വിദൂര ബന്ധമില്ലേ എന്നും സംശയിക്കണം. ഉറപ്പിച്ച് പറയാൻ മറ്റു തെളിവുകളില്ലാത്തതുകൊണ്ട് എനിക്ക് ധൈര്യം പോരാ. മറ്റേ ബ്രഹ്മി ലിപിയെ പറ്റിയില്ലേ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരണം നൽകാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നു. ബ്രഹ്മി ലിപി നമ്മൾ പൊതുവായിട്ടുള്ള ഒരു പാഠപുസ്തകങ്ങളിൽ, നമ്മളെ ചരിത്ര പുസ്തകങ്ങളിൽ, ഇന്ത്യയിലെമ്പാടുമുള്ള പാഠപുസ്തകങ്ങളിൽ അത് അശോകൻ കൊണ്ടുവന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്, അറിയുന്നത്. അശോകൻ ഇത് സൃഷ്ടിച്ചു എന്ന് തന്നെയാണ്. നമുക്കറിയാം, ഒരു ചക്രവർത്തിക്കും ഒരു ലിപി സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല, അത് ജനങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കേണ്ടത്. ഇപ്പം കണ്ടുപിടുത്തങ്ങൾ പലപ്പോഴും സാധാ ജനങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുപോലൊരു പ്രതിഭാസമാണ് ഈ ബ്രഹ്മി. പക്ഷേ ഇത് അശോക ബ്രഹ്മിയുടെ കാലം ഏകദേശം BC 300 300-ലാണ് അശോകൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിന്നുണ്ടായതാണ് കൊണ്ടാണ് അതിന് അശോക ബ്രഹ്മി എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് ഈ കുറച്ചും കൂടെ വളരെ ബേസിക് രൂപം തമിഴ് ബ്രഹ്മിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തമിഴ് ബ്രഹ്മി കുറച്ചും കൂടെ ബേസിക്കാണ്, അതിൻ്റെ വളരെ സിംപ്ലിഫൈഡാണ്, വളരെ സിംപ്ലിഫൈഡ്. നമുക്കറിയാം ഒരു സിംപ്ലിഫൈഡ് സാധനത്തിൽ നിന്ന് മാത്രമേ ഒരു കോംപ്ലിക്കേറ്റഡ് സാധനം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. തുടക്കത്തിൽ ഒരു സിംപ്ലിഫൈഡ് രൂപത്തിലായിരിക്കാം, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പിന്നെ ഈ കീഴടി എക്സ്കവേഷൻ ഇതിനെ എല്ലാത്തിനെയും തകിടം മറിച്ചു എന്നുള്ളതാണ്. അത് വളരെ യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ്. അപ്പം നമ്മളിതുവരെയ്ക്കും കരുതിയിരുന്നത് സാക്ഷരത എന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നും സൗത്ത് ഇന്ത്യയിലേക്ക് വന്ന ഒന്നായിട്ടാണ്. അത് മങ്സുകളായി ബുദ്ധ സന്യാസികൾ, ബുദ്ധഭിക്ഷുക്കൾ, അവർ സാക്ഷരരായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന, അവരുടെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അശോക ബ്രഹ്മി ഒരു താഴേക്ക് വന്നു, അല്ലെങ്കിൽ സൗത്തിലേക്ക് വന്നു, തെക്കൻ ഇന്ത്യയിലേക്ക് വന്നു, അവിടെ പ്രചരിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെ സൃഷ്ടാക്കൾ ഉത്തരേന്ത്യക്കാരായ അശോകൻ്റെ അല്ലെങ്കിൽ അശോകൻ്റെ കൊട്ടാരത്തിലുള്ളവരോ അല്ല അശോകൻ്റെ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഭിക്ഷുക്കളായിരുന്നു എന്നാണ്. പക്ഷേ കീഴടിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, കീഴടിയിൽ ഇപ്പോൾ ഏകദേശം പല എക്സ്കവേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ BC 500-നോടടുപ്പിച്ചുള്ള ചില ആർട്ടിഫാക്ട്സുകൾ കിട്ടിയിട്ടുണ്ട്. അതിന് ആ സ്ക്രിപ്റ്റിൽ ഈ തമിഴ് ബ്രഹ്മി കാണപ്പെട്ടു, തമിഴ് ബ്രഹ്മിയുടെ ആദ്യകാല രൂപം. അതിന് വേറൊരു പ്രത്യേകതയും കൂടെ. അത് അവർ ആ പാത്രങ്ങളിൽ പോലും
ഈ ബ്രഹ്മി ലിഖിതങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ആദൻ എന്നുള്ള പേര് അന്നത്തെ തമിഴ് പേരാണ്, തമിഴ് മലയാള പേരുകളാണ്. ആദൻ, കോവൻ, അങ്ങനെയുള്ള പല സാധാരണക്കാരുടെ പേരുകൾ കൊത്തിയ പാത്രങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യക്കാരുടെ ഇടയിൽ ഇപ്പോഴും ഉള്ളൊരു ഒരു 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 രീതിയാണ്, നമ്മൾ പാത്രങ്ങൾ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് പേരെഴുതി വയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു പാത്രം വാങ്ങിച്ച പേര് ഗിഫ്റ്റ് ചെയ്ത് വയ്ക്കും. നമ്മൾ ഇപ്പോഴത്തെ രീതിയാണ്. അത് അന്നും ഉണ്ടായിരുന്നു. എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സമ്പ്രദായമാണത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഭാഗത്ത് തന്നെ ഈ പാത്രങ്ങളിൽ പേരെഴുതുക എന്നുള്ളത്. അപ്പോൾ ഇത്തരം വളരെ സാധാരണക്കാരൻ ഉപയോഗിച്ചിരുന്ന ഒരു സാഹചര്യം നമ്മൾ കീഴടിയിൽ കാണാൻ പറ്റും. എന്നാൽ ഇതുപോലെ സാധാരണക്കാരൻ ഉപയോഗിച്ചിരുന്ന ഒരു സാഹചര്യം ഉത്തരേന്ത്യൻ ഭാഗത്തോ അല്ലെങ്കിൽ അശോകൻ്റെ എംപയറിൻ്റെ അശോക സാമ്രാജ്യത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അശോകൻ്റെ സാമ്രാജ്യത്തിൽ നമ്മൾ കണ്ടെത്തിയത് അശോകൻ്റെ ഭിക്ഷുക്കൾ മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ലിഖിതങ്ങൾ മാത്രമാണ്. മറ്റൊന്നും സാധാരണക്കാരനത് ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ കീഴടിയിൽ നമ്മൾ കാണുന്നത് വളരെ സാധാരണക്കാർ, ഇപ്പം കള്ള് ചെത്താൻ പോകുന്നവൻ അല്ലെങ്കിൽ തുണി അലക്കാൻ പോകുന്നവൻ, വളരെ സാധാരണക്കാരനായിട്ടുള്ള ആളുകൾ അവരുടെ പാത്രങ്ങളിൽ അവരുടെ പേരെഴുതിയിരുന്നുള്ളതാണ്. അപ്പോൾ ഈ വളരെ ജനകീയമായിരുന്നുവെന്നും ഈ ലിപി സമ്പ്രദായം ഉടലെടുത്തത് വളരെ ജനകീയമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അപ്പോൾ അതിന് തന്നെ ഇപ്പോൾ തന്നെ ഈ ആർക്കിയോളജിക്കൽ തെളിവുകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ തെളിവുകൾ നമ്മുടെ കേന്ദ്ര സർക്കാർ നിരാകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ചരിത്രം മൊത്തം പൊളിച്ചെടുക്കപ്പെടണം. ഈ ഉത്തരേന്ത്യൻ ഭാഷ്യം, ചരിത്രത്തിൻ്റെ ഉത്തരേന്ത്യക്കാർ നൽകിയ ആ ഒരു വേർഷൻ പൊതുവേ ഇത് മാറ്റപ്പെടേണ്ടതാണ് എന്നുള്ളൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഇനിയിപ്പോൾ ഇതിപ്പം പുതിയ പാഠപുസ്തകങ്ങൾ ഇതെങ്ങനെ ഇത് എടുക്കുന്നു എന്ന് നമുക്കറിയാൻ പറ്റില്ല. അല്ല, അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കും ഒരു കാര്യം കൂടെ, ഒരു കൊച്ചു കാര്യം കൂടെ. ഭാഷ വേറെ, ലിപി വേറെ. ഇത് രണ്ടിനെയും ഒന്നായി കാണരുത്. കാരണം ഇപ്പോൾ മലയാളം എന്ന് നമുക്ക് മലയാളം എന്നെഴുതാം. അത് നമ്മുടെ ആര്യ എഴുത്ത് എന്ന് പറയുന്ന മലയാള ലിപിയിൽ എഴുതാം. MALA എന്നും എഴുതാം. അപ്പോൾ അതുകൊണ്ട് ഭാഷ വേറെ, ലിപി വേറെ. ലിപി നമുക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. മറിച്ച് മാതൃഭാഷ എന്ന് പറയുന്നത് നമ്മൾ പാരമ്പര്യമായി ശീലിച്ചു വരുന്നതാണ്. ലിപികൾ മരിക്കും, ലിപികൾ രൂപപ്പെട്ടു വരും. എത്രയോ ലിപികൾ മരിച്ചിട്ടുണ്ട്, അതുപോലെ എത്രയോ ഭാഷകൾ മരിച്ചിട്ടുണ്ട്. ഭാഷയും ലിപിയും രണ്ടാണ്. അതുകൊണ്ട് തമിഴ് ഭാഷയോടൊപ്പം തന്നെ തമിഴ് ലിപിയും ബ്രാഹ്മി ലിപിയും പറന്നു എന്ന് ധരിക്കുന്നത് തെറ്റായിരിക്കും. കേരളത്തിൽ നിലനിന്നിരുന്ന മറ്റേ പുലപ്പേടി, മണ്ണാപ്പേടി എന്നുള്ളതിന്, അതായത് ഇപ്പോൾ അനഭിമതയായ ഒരു സ്ത്രീയെ പുറത്താക്കാൻ വേണ്ടി ഉപയോഗിക്കാം. കാര്യം ആ കാലഘട്ടത്തിൽ സവർണ സമുദായത്തിൽപ്പെട്ട ഒരാളിൻ്റെ വാസഗൃഹത്തിനടുത്തേക്ക് ഈ പുലയനോ മണ്ണാനോ പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നത് അതിൻ്റെ പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനഭിമതയായ ഒരു സ്ത്രീയെ പുറത്താക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റമാണോ ഈ പുലപ്പേടി, മണ്ണാപ്പേടി എന്ന്? അല്ലാതെ യഥാർത്ഥത്തിൽ നമ്മളതിൻ്റെ പകുതിയേ പറയാറുള്ളൂ. സവർണയായ നായർ മുതൽ മേലോട്ടുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടി പുറത്തേക്കിറങ്ങിയാൽ, യുവതിയോ അല്ലാത്തതോ പുറത്തിറങ്ങിയാൽ, കല്ല് കൊണ്ടെറിഞ്ഞിട്ട് പിന്നെ മണ്ണാനോ സമുദായത്തിൽപ്പെട്ടവരാരെങ്കിലും കല്ലുകൊണ്ട് കണ്ടേ എന്ന് വിളിച്ചു പറഞ്ഞാൽ അവരോട് ഇറങ്ങി പോകണമെന്നാണ്. പക്ഷേ അവിടെ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. തുണ കൂടാതെ പുറത്തിറങ്ങിയാലേ പറ്റൂ. തുണയോടുകൂടി പുറത്തിറങ്ങിയാൽ എറിയാനും പറ്റില്ല. എറിഞ്ഞവൻ പിന്നെ ഈ കഴുത്തിന് മുകളിൽ തല കാണില്ല. അത് തന്നെ. ഇത് പാതിരാത്രി വന്ന് പതുങ്ങിയിരുന്നിട്ട് ഇത് ചെയ്യും എന്നുള്ള, അങ്ങനെ ചെയ്തിരുന്നു എന്നാണ് ആ നിയമം പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സ്ത്രീകളെ ഇതാണ്ട് നമ്മൾ പിന്നെ ഈ ചങ്ങലക്കിട്ട് പൂട്ടിയിടുന്നതിന് വേണ്ടിയുള്ളൊരു ആചാരമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് പല വ്യാഖ്യാനങ്ങളും പലരും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് തുണ കൂടാതെ പുറത്തിറങ്ങിയാലേ ഈ കല്ലെറിയാനും കൊണ്ടുപോകാനും ഈ അവർണ്ണന് അധികാരമുള്ളൂ. തുണ കൂടാതെ. ആ തുണ കൂടുന്ന എങ്ങനെ ഇരിക്കണം? ആ തുണ എന്തായിരിക്കണം? ഏതെങ്കിലും ഒരു കൈക്കുഞ്ഞും കൊണ്ട് പോയാൽ പറ്റില്ല. 6 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടിയായിരിക്കണം തുണ. 6 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടിയെ തുണ കൂടാതെ പുറത്തിറങ്ങിയാൽ മാത്രമേ ഇയാൾക്ക് കല്ല് എടുത്തെറിയാൻ പറ്റൂ, വിളിക്കാൻ പറ്റൂ, കൊണ്ടുപോകാൻ പറ്റൂ. അതർവൈസ് അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും അറിയാതെ വിളിച്ചു പോയാൽ കഴുത്തിന് മുകളിൽ തല കാണില്ല. അതായത് ഇവരെ ഈ പറഞ്ഞതുപോലെ ഈ അന്തർജനം എന്നാണ് അവർക്ക് പേര് തന്നെ. അപ്പോൾ അന്തർജനമായി സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പം അകത്ത് തന്നെ ആയിരുന്നുള്ളൂ. ഒരിക്കലും ഒരു പുറത്തിറങ്ങൂല. ഇരുട്ടിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങാതിരിക്കാനുള്ള ഒരു ആപ്പാണ് ഈ സംഭവം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ തുണ കൂടാതെ പുറത്തിറങ്ങുന്ന പെണ്ണിനെ മാത്രമേ എറിയാൻ കഴിയൂ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് രേഖകൾ, മതിലകം രേഖകളുണ്ട്.